ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ വൈറ്റനിങ് ക്രീം, ഒരുപാട് വൈറ്റനിങ് ക്രീം മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. അതിൽ ചിലത് യൂസ് ചെയ്ത് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഫേസ് ഏതോ ഒരു വൈറ്റനിങ് ക്രീം കിഡ്നിയൊക്കെ അടിച്ചു പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞ് ന്യൂസിലൊക്കെ ആയിട്ട് ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. യെസ്, അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരുപാട് സ്കിൻ ഡാമേജ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് അത് എങ്ങനെ നമുക്ക് മേക്ക് ഓവർ ചെയ്ത് കൊണ്ടുവരാം എന്ന് ചോദിക്കുന്നവരടുത്തുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ചാനൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എൻ്റെ മോന് സൈഡിലുണ്ട്, അപ്പോൾ അവൻ്റെ ചെറുതായിട്ടുള്ള ഒച്ചയൊക്കെ കേൾക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, അതിൻ്റെ കൂടെ ഒരു ആഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ്, ഈ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുന്നവർ ഒരുപാട് പേര് എൻ്റെ മാർവാസ് ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, ഇപ്പോൾ ഇന്ന് വരെ യൂസ് ചെയ്യും, നാളെ എൻ്റെ ഓയിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ ഈ ക്രീം സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ്റെ ഓയിൽ തേക്കും. എന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് റിസൾട്ട് ഇല്ല, സ്കിൻ ഒന്നുകൂടെ ഇരുണ്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട്. നമ്മളൊരു ഫേസ് ബ്രൈറ്റനിങ് ഓയിൽ യൂസ് ചെയ്യുന്ന സമയത്ത്, ഓയിലല്ല ക്രീം യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ഒരു 2 വീക്സ് 3 വീക്സ് കഴിയുമ്പോൾ നമ്മുടെ ഓൾഡ് സ്റ്റേജിലോട്ട് നമ്മൾ എത്തും. ചിലർ അതിനേക്കാളും ഡാർക്ക് ആവുന്നവരുണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ട് ഒരുപാട് പിമ്പിൾസ് വരുന്നവരുണ്ടാവും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ ആദ്യം അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പഴയ സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ അതിനേക്കാളും ഫസ്റ്റ് സ്റ്റേജിലോട്ട് നിങ്ങൾ പോകുന്നുണ്ട്. അവിടുന്ന് വേണം നിങ്ങൾ ഈ ഓയിൽ യൂസ് ചെയ്ത് തുടങ്ങാൻ. എന്നാൽ മാത്രമാണ് ഈ ഓയിൽ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം, ഈ വൈറ്റനിങ് ക്രീം ചിലത്, ഇപ്പോൾ എൻ്റെ പേഴ്സണൽ അഡ്വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ക്രീമുകൾ ഉണ്ട് മാർക്കറ്റിൽ നല്ലതൊക്കെ. ഏതൊക്കെയാണെന്നുള്ളത് എനിക്ക് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. ആൻഡ് മോർ ദാൻ ദാറ്റ്, എൻ്റെ അടുത്ത് ഒരു കമൻറ്റിൽ എനിക്കൊരു കസ്റ്റമർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവർ ഈ ഓയിൽ മാത്രമല്ല വേറെ എന്തൊക്കെയോ ചെയ്തിട്ടാണ്, ഒന്നെങ്കിൽ ഗ്ലൂട്ടാതയോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും ഇവർക്ക് ഇത്രയും സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാകുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരിക്കലും ഗ്ലൂട്ടാതയോണിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരു ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ്സ് അങ്ങനെ ഒന്നും ഞാൻ എന്താ പറയുക ട്രൈ ചെയ്യാത്ത ഒരാളാണ്. എനിക്കതിനെക്കുറിച്ച് മോർ ഇൻഫോർമേഷൻ തരാനും അറിയില്ല. എൻ്റെ ഒരു ഇതിൽ ഞാൻ ഫസ്റ്റ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് വർക്കൗട്ട് ചെയ്ത് ശരീരം കുറച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൻ്റെ മുന്നേ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ പ്രോഡക്റ്റ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ ബെറ്റർ ആയിട്ടുള്ള, അതായത് വിറ്റമിൻ സി അടങ്ങുന്ന, അതുപോലെ തന്നെ വിറ്റമിൻ D3, അതുപോലത്തെ അതിന് നല്ല ഇളം വെയിൽ, പോക്കുവെയിലൊക്കെ കൊള്ളണം. ഇതുപോലുള്ള വിറ്റമിൻ സി അടങ്ങുന്നത് മെയിനായിട്ട് ഗ്ലൂട്ടാതയോൺ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് നിങ്ങൾ ഇൻടേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ പെട്ടതാണ് ഓറഞ്ച്, അതുപോലെ തന്നെ നമ്മളുടെ നെല്ലിക്ക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ വെയിൽ കൊള്ളുന്നത് കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അപ്പം നിങ്ങൾ പറയും എനിക്ക് വെയിൽ കൊള്ളുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ ലോഷൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. അതും 3 to 4 hours വീണ്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന് ഞാൻ പറഞ്ഞത് വിറ്റമിൻ സി അടങ്ങുന്ന ഫുഡ് കഴിക്കുക, 2 വെയിൽ കൊള്ളുന്നത് കുറയ്ക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ നല്ല പോലെ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കണം. നാലാമത്തെ കാര്യം, സ്കിന്നിന് ഫേഷ്യൽ എക്സസൈസുകൾ ചെയ്യുക. കാരണം എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുമ്പം അവർക്ക് പെട്ടെന്ന് ചുളിവുകളും അതേപോലെ തന്നെ ഈ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസിന് വരുന്നത്. അപ്പോൾ ഈ എക്സസൈസ്, നമ്മൾ ഫേഷ്യൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ വരുന്നതെന്ന് അറിയോ? നമ്മുടെ സർക്കുലേഷൻ കൂടും, ബ്ലഡ് സർക്കുലേഷൻ കൂടും, ആവശ്യമില്ലാത്ത ഫാറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ റിമൂവ് ആയി കിട്ടും. അപ്പോൾ ഫേസിന് ഒന്നും കൂടെ അതൊരു അതായത് നമുക്കൊന്നും കൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ സ്കിന്നിന് കൊണ്ടുവരാൻ സാധിക്കും. ഇതൊരിക്കലും നിങ്ങൾ 1 മാസം 2 മാസം ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് അല്ല. കാരണം വൈറ്റനിങ് ക്രീം എന്ന് പറഞ്ഞിട്ട് അത്രത്തോളം കെമിക്കൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അതിന്ന് നിങ്ങൾ മേക്ക് ഓവർ ചെയ്ത് വരണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. അപ്പോൾ ഒരു ക്ഷമ എല്ലാവർക്കും വേണം. പിന്നെ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യുന്നവർ എൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേരുണ്ട്. പക്ഷേ അവർക്ക് കൊടുക്കുമ്പോൾ ഞാൻ പറയുന്ന രണ്ട് കാര്യം, ഒന്ന്, ഒരിക്കലും നിങ്ങൾ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഇതിന് പ്രതീക്ഷിക്കരുത്. വെളുത്തിട്ട് പാറുന്നുള്ള ഒരു പ്രോമിസിങ്ങും മാർവാസ് ഫേസ് ബ്രൈറ്റനിങ് ഓയിലുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. ക്ലീൻ ആൻഡ് ക്ലിയർ ആൻഡ് ഇഫ് യു നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഓയിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 to 4 ഷെയ്ഡ് വരെ ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ
ഇത് സ്റ്റോപ്പ് ചെയ്യാനും ഞാൻ പറയുന്നുണ്ട്. സ്റ്റോപ്പ് ചെയ്ത് 2-3 വീക്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഓയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇനി ഈ ഓയിലല്ല, നിങ്ങളുടെ അടുത്ത് ഈ എന്തെങ്കിലും നാൽപ്പാമരാതിയുടെ തൈലം, കുങ്കുമാതി തൈലമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാധാ വെന്ത വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഫേസ് ആ ഒരു ഓയിൽ വെച്ചിട്ട് നല്ലപോലെ മസാജ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആൻഡ് നിങ്ങൾ കഴിയുന്നതും നിങ്ങൾ കെമിക്കൽ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യുന്നത് കുറച്ച് കാലത്തായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഫേസിന്, അതായത് നമ്മളിപ്പോൾ സിഗരറ്റ് വലിക്കുന്ന ഒരാളോട് എന്താ പറയുക, നിങ്ങൾ സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ നല്ല രീതിയിൽ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നർ ഓർഗൻസ് റെഡിയായി വരും എന്ന് പറയാറില്ലേ. അതുപോലെ നമ്മൾ പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീയോട് ഇത്ര വരെ നിങ്ങൾ റെസ്റ്റ് എടുത്ത് നല്ലപോലെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്രസ് പഴയ രീതിയിലോട്ട് വരും എന്ന് പറയുന്നില്ല. അതുപോലെ തന്നെയാണ് സ്കിന്ന്. നമ്മൾ എത്രത്തോളം ഇൻടേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നു അത്രത്തോളം നിങ്ങൾ കെമിക്കലി ഡാമേജ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾക്ക് പഴയതുപോലെ കൊണ്ടുവരാൻ പറ്റും. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പം ആ വെള്ളം ഒഴിക്കുന്ന ചെടിയും വെള്ളം ഒഴിക്കാത്ത ചെടിക്കും ഒരുപാട് മാറ്റം ഉണ്ടാകും അല്ലേ. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് എത്രയാണോ ആ വെയിറ്റിനനുസരിച്ചുള്ള വെള്ളം എപ്പോഴും കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ പറ്റുമെങ്കിൽ നല്ല കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മോയ്സ്ചറൈസറായിട്ട് കുറച്ച് കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ കെമിക്കൽ പ്രോഡക്റ്റ് മോയ്സ്ചറൈസറിന് പകരം ഒന്നുകിൽ നാച്ചുറലി ഉള്ള മോയ്സ്ചറൈസർ ആണ് കോക്കനട്ട് ഓയിൽ, അത് അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസർ ക്രീം, ഇതെന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കുറച്ച് കാലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഹെൽത്തി ആയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് നിങ്ങൾ കുറച്ച് ഇൻടേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, എക്സസൈസ് വർക്കൗട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഉറക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഫുഡ് കാര്യങ്ങൾ, നിങ്ങളുടെ ഹെൽത്ത് ഡയറ്റ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്തി ഗ്ലോ ആയിട്ടുള്ള സ്കിന്നിന് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, എനിക്ക് വീഡിയോസ് എപ്പോഴും എനിക്ക് ഇടാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്, വീഡിയോസ് എപ്പോഴും എനിക്ക് ഇടാൻ പറ്റാറില്ല. ഇപ്പോൾ കുറേ ബ്രേക്ക് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത്. ഇപ്പോൾ ഒരു കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ എൻ്റെ ഫേസ് ഓയിലായാലും എൻ്റെ പ്രോഡക്ട്സ്, ഹെയർ ഓയിലായാലും ഷാമ്പൂ, സോപ്പ്, ഇങ്ങനെയുള്ള പ്രോഡക്ട്സുകളുടെ കസ്റ്റമേഴ്സ്, ഞാൻ പുറത്തുനിന്ന് ഒരാളെ വെച്ചിട്ടല്ല ഒരു പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത്, ഞാൻ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ എനിക്ക് അതിന് ടൈം പരിധി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസ് യൂട്യൂബിൽ നിങ്ങൾ ഒരുപാട് റിക്വസ്റ്റഡ് വീഡിയോസ് ഉണ്ട്, പക്ഷേ എനിക്കത് ഇടാൻ പറ്റാത്തതിൻ്റെ, അല്ലെങ്കിൽ ഞാൻ ഡെയിലി കാശ്മീരിലുള്ള സമയത്ത് ഡെയിലി ബേസിസിൽ തന്നെ വ്ളോഗ് ഇടാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്നോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. കെമിക്കലി ഡാമേജ് ആയിട്ടുള്ള കെമിക്കൽ ഡാമേജ്, അതായത് വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ട് ഡാമേജ് ആയിട്ടുള്ളത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ വീഡിയോ ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, നമ്മളുടെ ആൾക്ക് പ്രശ്നങ്ങൾ തുടങ്ങി, കരയാൻ തുടങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ 4-5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകും. അപ്പോൾ നിങ്ങൾ ചോദിച്ചും എന്താണ് വർക്കൗട്ട് ചെയ്തിരുന്നത്, എന്തായിരുന്നു ഇൻടേക്ക് ചെയ്തിരുന്നത്, എല്ലാം ഞാൻ വീഡിയോ ചെയ്യാടോ, ഓരോന്നായിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിലൊക്കെ ഉപരി നമുക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നല്ല ഉറങ്ങുക, വെള്ളം കുടിക്കുക, എല്ലാം വഴിക്ക് താനേ അങ്ങ് വരും. നമ്മൾ എത്രത്തോളം നമ്മളെ കാണുമ്പോൾ, നമ്മളെന്തിനാ ഈ കണ്ണാടിയിൽ നോക്കുന്നത്? കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല. അതിന് നമ്മളെന്ത് വേണം? തടി അധികം ഉണ്ടെങ്കിൽ, നമ്മളത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കുറയ്ക്കുക. നമ്മുടെ ഫേസ് എത്രത്തോളം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്യുക. മറ്റുള്ളവർക്കൊക്കെ ഒഴിവാക്കി അങ്ങ് വിടുക. സോ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, എന്താ പറയുക, ബ്രൈറ്റ് മൈൻഡോട് കൂടി ഇരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.